എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പാട്ടും കുക്കിങ്ങും ഒന്നല്ല കേട്ടോ, ഞാനൊരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ അനുഭവമാണ്. എൻ്റെ തലമുടിയൊക്കെ കളഞ്ഞിട്ടാണ് സർജറി ചെയ്തിരുന്നത്. അത് എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ അറിയണ കാര്യമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് മുടി വളർന്നു വന്നേ, അതിൽ എന്താ രഹസ്യം, എന്തെങ്കിലും പെരട്ടണുണ്ടോ എന്നൊക്കെ കുറേ നാളായിട്ട് ചോദിക്കണത്. അപ്പോൾ അതിൻ്റെ രഹസ്യം ഒന്ന് ഞാൻ എല്ലാവർക്കും പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അത് വേറെ ഒരു പുറത്തുനിന്ന് വാങ്ങുന്ന സാധനമൊന്നുമല്ല, നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യണ സാധനം തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്കും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും കൂടി ഞാനത് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ചെറിയുള്ളി വെച്ചിട്ടാണ് ഞാൻ മുടി കൊഴിച്ചിലിൽ പറയുന്ന ഹോം റെമഡി കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും മുടിയുടെ ആരോഗ്യ സംരക്ഷണം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ച് പലപ്പോഴും നമുക്ക് തലയോട്ടിൽ താരൻ അമിതമായി വരാനും മുടി പൊട്ടിപ്പോകുവാനും മുടി കൊഴിച്ചിൽ വരാനും സാധ്യതയുണ്ട്. ഇതിന് പരിഹാരം നമുക്ക് ഉള്ളി ജ്യൂസ് ഉപയോഗിച്ച് 5 മിനിറ്റ് കൊണ്ട് പരിഹാരം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഉള്ളിയുടെ ചാറ് നമുക്ക് 4 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, തലയോട്ടിൽ വരുന്ന ഫംഗസ് രോഗങ്ങളിൽ സെബോളിൻ ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കുന്ന താരം പോലുള്ള പ്രശ്നം മാറാനായിട്ട് സഹായിക്കും. തലയോട്ടിൽ കുരുക്കൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഇൻഫെക്ഷൻ മാറാൻ സഹായിക്കും. മൂന്നാമത്തത്, മുടി നേർത്ത് പോകുന്ന അവസ്ഥ, പുരുഷന്മാർക്ക് കഷണ്ടി വരുന്നത്, സ്ത്രീകൾക്ക് വട്ടത്തിൽ മുടി കൊഴിച്ചിലുണ്ടാകുക, ഈ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഉപയോഗിക്കാം. നാലാമത്തെ, മുടിയുടെ കെരാറ്റിൻ, അതായത് മുടിക്ക് ശക്തി നൽകുന്ന അതിൻ്റെ പുറമെയുള്ള കെരാറ്റിൻ എന്ന് പറയുന്ന കോട്ടിങ്ങാണ്. ഈ കോട്ടിങ് പൊട്ടിപ്പോകുന്നതാണ് നമുക്ക് പലപ്പോഴും മുടി ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോകുക, മുറിഞ്ഞു പോകാമെന്നൊക്കെ പറയില്ലേ, അതിന് കാരണം. ഇത് പരിഹരിക്കാൻ നമുക്ക് ഉള്ളിയുടെ നീര് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് നോക്കിയാലോ. 2 ടീസ്പൂൺ ഉള്ളിയുടെ ചാറെടുക്കുക, 2 ടീസ്പൂൺ വെള്ളം, പച്ചവെള്ളം മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ഈ ഒരു കോമ്പിനേഷൻ 2 ടീസ്പൂൺ പച്ചവെള്ളം 2 ടീസ്പൂൺ ഉള്ളിയുടെ ചാറും കൂടി മിക്സ് ചെയ്ത് തലയോട്ടിൽ മാത്രം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ താളിയോ ചെറുപയർ വടിയോ കടലമാവോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. അപ്പോൾ ഇതാണ് ഒരു ഹോം റെമഡി. ഈ മിശ്രിതം നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം തലയിൽ തേക്കാം കേട്ടോ. അപ്പോൾ മുടി കൊഴിച്ചിൽ മാറും, താരന് മാറും. പിന്നെ നമുക്ക് തലയിൽ തേക്കാനായിട്ട് ഒരു ഓയിൽ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ട് 2 ടീസ്പൂൺ ഉള്ളിയുടെ ചാറെടുക്കുക, 2 ടീസ്പൂൺ ഉരുക്ക് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിലില്ലേ, അതും കൂടി മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിലും തലമുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. ഇത് മുടി പൊട്ടിപ്പോകാതിരിക്കാനും മുടി വളരുന്നതിനും സഹായിക്കും കേട്ടോ. പിന്നെ മുടിക്ക് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിനീര് കുറച്ചെടുക്കുക, അതിൻ്റെ കൂടെ മുട്ടയുടെ വെള്ളയില്ലേ അതും കൂടി മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, മുടിയിൽ മൊത്തം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതൊരു പ്രോട്ടീൻ്റെ ഫലം ചെയ്യും. മുട്ടയുണ്ടല്ലോ, മുട്ടയും ചെറിയുള്ളി നല്ലൊരു കോമ്പിനേഷനാണ്. അത് മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടിയുടെ ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇതൊക്കെ തേക്കുമ്പോഴേ ഒന്നില്ലെങ്കിൽ താളിയോ അല്ലെങ്കിൽ കടലമാവോ ചെറുപയർ പൊടിയോ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ വല്ല ആയുർവേദിക് ഷാമ്പു അത് ഉപയോഗിച്ച് തല കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇത് ഉള്ളിയുടെ നീരും മുട്ടയുടെ വെള്ള ആഴ്ചയിൽ ഒരിക്കലും ഇട്ടാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു തൈലുണ്ടല്ലോ, അതും ഇടയ്ക്കിടയ്ക്ക് വരട്ടാം, കുഴപ്പമില്ല. പിന്നെ ഉള്ളിയുടെ നീരും വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒരു സിറം പോലെ ഇല്ലേ, അത് തലയോട്ടിൽ മാത്രം പുരട്ടണത്, അത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം പുരട്ടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയാണ്ടല്ലോ നമുക്ക് മുടി നന്നായിട്ട് വളരും. മുടി ആദ്യമൊക്കെ ഉണ്ടായ ആൾക്കാർക്കാണെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ വട്ടത്തിലൊക്കെ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് മാറുകയും ചെയ്യും. ഇത് നല്ലൊരു ഹോം റെമഡിയാണ്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ.